പ്രാദേശിക വാർത്തകളിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. എറണാകുളം എടയാർ വ്യവസായ മേഖലയിലെ മൃഗക്കൊഴുപ്പ് സംസ്കരണശാലയിൽ മിനി ബോയിലർ പൊട്ടിത്തെറിച്ച് തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി വിക്രം പ്രധാനാണ് മരിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദ് പറഞ്ഞു. അതിനിടെ സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഫോർമൽ ട്രേഡ് ലിങ്ക്സ് എന്ന സ്ഥാപനത്തിൽ പൊട്ടിത്തെറിയുണ്ടായത്. ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒഡീഷ സ്വദേശിയായ വിക്രം പ്രധാൻ തൽക്ഷണം മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗുരു, ശർമ്മ എന്നിവരെ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാവസായിക ആവശ്യങ്ങൾക്കായി മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന സ്ഥാപനത്തിലെ ബോയിലറിൽ പെട്ടെന്നുണ്ടായ മർദ്ദവ്യതിയാനമാണ് പൊട്ടിത്തെറിക്ക് കാരണം. ഇന്നലെ 11:30 മണിക്കാണ് സംഭവം നടക്കുന്നത്. എന്താണ് നടക്കണമെന്നറിയില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചതെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദ്. ഇന്ത്യൻ ബോയിലർ ആക്ട് പ്രകാരമല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബോയിലർ ആക്ട് പ്രകാരമല്ല അതിന്റെ പ്രവർത്തനം നടത്തിയതും. അതുപോലെ അതിന്റെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നിയമപരമായിട്ടുള്ള ലംഘനങ്ങളുണ്ട്. നിലവിലുള്ള ലൈസൻസിൽ ഈ ബോയിലർ കാണിച്ചിട്ടില്ല. ബോയിലറിന്റെ പൊസിഷനോ ഒന്നും മാർക്ക് ചെയ്യാതെയാണ് അവർ അപ്രൂവൽ എടുത്തിരിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഇന്ത്യൻ ബോയിലർ ആക്ട് പരിധിയിൽ വരുന്നു എന്നുള്ളത്. നാട്ടുകാർ സ്ഥാപനത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. വ്യവസായ മേഖലയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥർ ഇടപെടുന്നില്ലെന്നാണ് ആരോപണം. എടയാർ വ്യവസായ മേഖലയിൽ ഫാക്ടറി ബോയിലേഴ്സ് ഇൻസ്പെക്ടർ എന്നൊരു സർക്കാർ പ്രവർത്തിക്കുന്ന ഇതിലുള്ള ആളുകൾ ഇവിടെ യാതൊരുവിധ പരിശോധനയും നടത്താത്തതിന്റെ അനന്തരഫലമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ചെറുകിട കമ്പനികളിൽ യാതൊരുവിധ പരിശോധനയും നടത്താത്തതിന്റെ അനന്തരഫലമാണ് ഇന്നിവിടെ ഒരാൾ മരണപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ നടപടി ഉണ്ടാക്കണം. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്തെങ്കിലും വീഴ്ചയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കും. പരുക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 2 പേരും ഗുരുതരാവസ്ഥയിലാണ്. 24 കൊച്ചി. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം മരട് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കരുതൽ കസ്റ്റഡി എന്നാണ് സൂചന. അശ്വിൻ പാലായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിൻ, തിരുവനന്തപുരമാണ് ഓം പ്രകാശ് കാലങ്ങളായി അയാളുടെ ഒരു പ്രവർത്തന മേഖല. ഇപ്പോൾ ഈ കൊച്ചിയിലെത്തിയപ്പോൾ കരുതൽ തടങ്കലിലാക്കുകയായിരുന്നു. ഗോകുൽ, തീർച്ചയായും തലസ്ഥാനം കേന്ദ്രീകരിച്ച് നിരവധി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന കുപ്രസിദ്ധ ഗുണ്ടാ നേതാവാണ് ഓം പ്രകാശ്. സമീപകാലത്ത് പാറ്റൂർ ഗുണ്ടാ ആക്രമണത്തിലടക്കം സുപ്രധാന പ്രതിയായിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് മറ്റൊരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ ഇയാൾ പ്രതിയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഏകദേശം 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമാണ്. അതിനിടെയാണ് കഴിഞ്ഞ 2 ദിവസമായി ഓം പ്രകാശ് കൊച്ചിയിലുണ്ട് എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിക്കുന്നത്. പോലീസിന്റെ തന്നെ വിവിധ വിഭാഗങ്ങളിലേക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഒരു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഓം പ്രകാശ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ള സൂചനയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് നർക്കോട്ടിക് എ സിക്ക് വിവരം ലഭിക്കുന്നത്. നർക്കോട്ടിക് എ സിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ നടത്തിയ തെരച്ചിലിലാണ് ഓം പ്രകാശിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇതുവരെ ലഹരി വസ്തുക്കളൊന്നും ഇയാളുടെ ഭാഗത്ത് നിന്ന് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിശദമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഈ ഓം പ്രകാശിനൊപ്പം കൊല്ലം സ്വദേശിയായ മറ്റൊരു ഗുണ്ടാ നേതാവിനെ കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ വിശദമായ പരിശോധനയിൽ 2 ദിവസം കൊച്ചിയിൽ തങ്ങി എന്തായിരുന്നു ഓം പ്രകാശിന്റെ പ്രവർത്തനം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓം പ്രകാശ് ഇപ്പോഴും മരട് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് തുടരുന്നത്. വിശദമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നത്. മറ്റേതെങ്കിലും ഗുണ്ടാ പ്രവർത്തനങ്ങളടക്കം ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഓം പ്രകാശ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇയാൾ മുറിയെടുത്തിരുന്ന ഹോട്ടലിൽ വിശദമായ പരിശോധനയുണ്ട്. ഇയാൾക്കൊപ്പം ഈ മറ്റൊരു 2 പേരല്ലാതെ വേറെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, ഇവിടുത്തെ ലഹരി മാഫിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെയാണ് വിശദമായ പരിശോധന നടത്തുന്നത്. എന്തായാലും ലഹരി ഇടപാട് ആണ് ഇതിന് പിന്നിൽ എന്നുള്ള പ്രാഥമിക വിവരമാണ് നർക്കോട്ടിക്കിന് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ഗൂഗിൾ. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഓം പ്രകാശ് എന്ന കുപ്രസിദ്ധ ഗുണ്ടയാണ് ഇപ്പോൾ കൊച്ചിയിൽ മരട് പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചലിൽ കടയ്ക്കുള്ളിൽ കയറി കാട്ടുപന്നിയുടെ ആക്രമണം. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കോഴിക്കോട് നാദാപുരം ചിറ്റാരിമലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. ഇന്നലെ രാവിലെ 10:30ഓടെയായിരുന്നു കാട്ടാക്കട ആമച്ചലിൽ കാട്ടുപന്നിക്കൂട്ടം ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. അതിലെ ഒരു പന്നിയാണ് വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ കയറി സാധനങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചത്. പടി കയറി 2ാം നിലയിലുണ്ടായിരുന്ന മുറിയിലാണ് കാട്ടുപന്നി എത്തിയത്. ഭയന്ന് വിറച്ച ജീവനക്കാർ ബഹളമുണ്ടാക്കി.
ടെറസിൽ നിന്ന് താഴേക്ക് ചാടി കാട്ടുപന്നി രക്ഷപ്പെട്ടു. കോഴിക്കോട് നാദാപുരം ചിറ്റാരിമലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. കുട്ടിയാനകൾ ഉൾപ്പെടെ 13 ആനകളാണ് കൃഷിയിടത്തിൽ ഇറങ്ങിയത്. തെങ്ങുകളും കവുങ്ങുകളും ഉൾപ്പെടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകളെ കണ്ണവം വനമേഖലയിലേക്ക് തുരത്തി. ഫെൻസിംഗ് ലൈനുകൾ തകരാറിലായതാണ് ആനകൾ ഇറങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കോഴിക്കോട് ബ്യൂറോയ്ക്കൊപ്പം 24 തിരുവനന്തപുരം. ക്ഷേത്രത്തിലെ 3 പവന്റെ മാല മോഷണം പോയ കേസിൽ പൂജാരി അറസ്റ്റിൽ. തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരി അരുണാണ് അറസ്റ്റിലായത്. ഇതേ പൂജാരിയെ നേരത്തെ മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുത്തത് വിവാദമായിരുന്നു. പൂന്തുറ ദേവീക്ഷേത്രത്തിലെ പഞ്ചലോക വിഗ്രഹ മോഷണക്കേസിൽ കഴിഞ്ഞ ജൂലൈ 27-ന് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മണക്കാട് കുര്യാത്തി മുത്തുമാരിയമ്മൻ കോവിലിൽ പൂജയ്ക്കിടെ കസ്റ്റഡിയിലെടുത്ത അന്നത്തെ നടപടി വിവാദമാവുകയും 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതേ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലയും കമ്മലുമാണ് അരുൺ മോഷ്ടിച്ചത്. ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിലാണ് ഫോർട്ട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയെന്ന പ്രതി മൊഴി നൽകി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. കുറ്റവാസനയുള്ള ആളാണ് പ്രതി അരുണെന്നും പൂന്തുറ വിഗ്രഹമോഷണ കേസിൽ പങ്കുണ്ടു എന്നതിൽ വിശദ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കണ്ണൂർ മട്ടന്നൂരിൽ ദേശാഭിമാനി ലേഖകനെയും CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെയും പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. പോളിടെക്നിക് കോളേജിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്ന് ദേശാഭിമാനി ലേഖകൻ ശരത് ആരോപിച്ചു. അതിനിടെ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനെതിരെയും പരിഹാസവുമായി CPIM സൈബർ അണികളും സജീവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പരാതിക്ക് ആധാരമായ സംഭവം. മട്ടന്നൂർ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിനിടെ സംഘർഷം. ഇതിനിടെയാണ് ദേശാഭിമാനി മട്ടന്നൂർ ലേഖകൻ ശരത് പുതുക്കുടി സംഭവസ്ഥലത്തെത്തിയത്. SFI പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നതിന്റെ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചത് പോലീസ് തടയുകയും പിന്നാലെ പിടിച്ചുവലിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി ക്രൂരമായി മർദ്ദിച്ചുവെന്നും ശരത് ആരോപിക്കുന്നു. സംഭവമറിഞ്ഞെത്തിയ CPIM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി രജിലിനെയും പോലീസ് മർദ്ദിച്ചതായി ആരോപണം. ഇരുവരെയും മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് CPIM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ക്രൂരമർദ്ദനം നേരിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി ദേശാഭിമാനി ലേഖകൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും CPIM അനുഭാവികളുടെ പൊങ്കാല. മുഖ്യമന്ത്രിയെയും പാർട്ടി നേതാക്കളെയും പോലീസുകാർ അസഭ്യം പറഞ്ഞതായും ശരത്ത് ആരോപിക്കുന്നു. PV അൻവറിനെ മെൻഷൻ ചെയ്യുന്നത് മുതൽ പോലീസിന്റെ മനോവീര്യം തകർക്കരുതെന്നുവരെയുള്ള പരിഹാസ കമന്റുകളുമായി സൈബർ അണികൾ കമന്റ് ബോക്സിൽ സജീവം. 24 കണ്ണൂർ. കൊല്ലം പുനലൂരിൽ അടയ്ക്കാമോഷ്ടാക്കളെ കൊണ്ട് വലഞ്ഞ് കർഷകർ. കക്കോട് ചരിവിള വീട്ടിൽ അച്ഛൻ കുഞ്ഞിന്റെ തോട്ടത്തിൽ നിന്ന് അടയ്ക്കാക്കുലകൾ നഷ്ടപ്പെട്ടതാണ് ഒടുവിലത്തെ സംഭവം. വിപണിയിൽ വില ഉയർന്നതോടെയാണ് പ്രദേശത്ത് അടയ്ക്കാമോഷണം വ്യാപകമായത്. വിൽപ്പനയ്ക്ക് ഭാഗമായ അടയ്ക്കകളാണ് മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നത്. പുനലൂർ കക്കോട് ചുരുവിള വീട്ടിൽ അച്ഛൻ കുഞ്ഞിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ 50-ലധികം കവുങ്ങുകളിൽ നിന്നായി 100-ലധികം അടക്കാക്കുലകളാണ് മോഷ്ടാക്കൾ അറുത്തു കൊണ്ടുപോയത്. നല്ല രീതിയിൽ വളവ് എടുക്കത്തക്ക പരുവായപ്പോഴാണ് ഈ മോഷണം നടന്നത്. ശരിക്കും ഇത് അറിഞ്ഞു വെച്ച് അല്ലെങ്കിൽ ശരിക്കും കവുങ്ങിൽ കയറുന്ന കക്ഷികൾ തന്നെ കയറി മോഷ്ടിച്ചതാണ്. ഏതാണ്ട് 10-60 കൊലയിൽ കൂടുതൽ പാകമായ പാക്കും ചമ്പനും എല്ലാം എൻ്റെ നഷ്ടപ്പെട്ടു. അടയ്ക്കാമരത്തിൽ പടർന്നു നിൽക്കുന്ന കുരുമുളകും കള്ളന്മാർ നശിപ്പിക്കുന്നുണ്ട്. വന്യമൃഗശല്യത്തിൽ പൊറുതിമുട്ടുന്ന കർഷകർക്ക് ഇരുട്ടടിയാവുകയാണ് തുടർച്ചയായി ഉണ്ടാകുന്ന മോഷണം. വ്യാപകമായി പരാതി ലഭിക്കുന്നുണ്ടെന്നും അന്വേഷണം തുടരുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. 24 കൊട്ടാരക്കര. പ്രാദേശിക വാർത്തകളിലേക്ക് വീണ്ടും. കോഴിക്കോട് വൻ വ്യാജമദ്യവേട്ട. താമരശ്ശേരി കട്ടിപ്പാറയിൽ 85 ലിറ്റർ വ്യാജമദ്യവും 670 ലിറ്റർ വാഷും എക്സൈസ് പിടികൂടി. കേസിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. താമരശ്ശേരിക്ക് സമീപം കട്ടിപ്പാറ നെടുമ്പാലിയിൽ ഇന്നലെയാണ് എക്സൈസ് സംഘം വൻ വ്യാജമദ്യവേട്ട നടത്തിയത്.
പ്രദേശത്ത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാജമദ്യ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന് പോലീസിനും എക്സൈസിനും വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. 5 പ്ലാസ്റ്റിക് കന്നാസുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു 85 ലിറ്റർ വ്യാജമദ്യം. നിർമ്മാണത്തിനായി സൂക്ഷിച്ച 670 ലിറ്റർ വാഷും 3 ഗ്യാസ് സിലിണ്ടറുകളും വാറ്റ് ഉപകരണങ്ങളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പരിശോധന നടക്കുമ്പോൾ പ്രദേശത്ത് ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ആരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. എക്സൈസ് മേഖലയിൽ പരിശോധന വ്യാപകമാക്കി. 24 കോഴിക്കോട്. ലഹരിക്കെതിരെ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണവുമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ. എറണാകുളം മട്ടഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ വി ജയരാജ് വ്യത്യസ്തമായ ബോധവൽക്കരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനോടകം 464 വേദികളിൽ ഓട്ടംതുള്ളൽ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞു. എന്നാലിനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ നന്നായി വരുവതിൻ എല്ലാ ജനവും, നന്നായി വരുവതിൻ എല്ലാ ജനവും നമ്മെ അനുഗ്രഹം. 2018 മുതൽ ജയരാജ് എന്ന ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ ഓട്ടംതുള്ളലിലൂടെ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിനോടകം ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. ലഹരിയുടെ പിടിയിലായ പലരുടെയും ദുരനുഭവങ്ങൾ കണ്ടറിഞ്ഞാണ് ജയരാജ് ഈ രംഗത്തേക്ക് കടക്കുന്നത്. ശാസ്ത്രീയമായ ഓട്ടംതുള്ളൽ പഠിച്ചിട്ടില്ല. വയലാർ സന്തോഷ് എന്ന ഓട്ടംതുള്ളൽ കലാകാരന് കീഴിൽ 11 ദിവസം മാത്രമാണ് ഇദ്ദേഹം ഓട്ടംതുള്ളൽ അഭ്യസിച്ചിട്ടുള്ളത്. 2018 മുതൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് ഈ വേഷം കെട്ടി ഇറങ്ങിയതാണ്. എന്തായാലും നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ഇന്ന് കിട്ടുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ജില്ലകളിലുമായിട്ട് 464ഓളം വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ ഈ കലാരൂപത്തിലൂടെ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ബോധവൽക്കരണം നടത്തുന്നത്. ഓട്ടംതുള്ളലിൽ 464ാമത്തെ വേദി കാണക്കാരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സംഘടിപ്പിച്ച ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടിയിലാണ് ജയരാജ് ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത്. കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പിന് വേണ്ടിയും ഇദ്ദേഹം ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 24 കോട്ടയം. 3 ദിവസമായി കണ്ണൂരിൽ നടന്നുവന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം സമാപിച്ചു. വെല്ലുവിളികളോട് പൊരുതിയും കലോത്സവം കളറാക്കി കൗമാര പ്രതിഭകൾ. കലോത്സവ വേദിയിലെ സർഗവൈഭവത്തിന്റെ ചില വിശേഷങ്ങൾ കാണാം. വേദിയിലെ നേട്ടം അമ്മയെ വീഡിയോ കോളിൽ വിളിച്ച് ആംഗ്യഭാഷയിൽ പങ്കുവയ്ക്കുന്ന കുരുന്ന് പ്രതിഭയുടെ സന്തോഷം. കേട്ടറിഞ്ഞത് മാത്രം പാട്ടിലാക്കി മനം നിറച്ച് ശ്രീഹരി. നിന്നീല നീർമിഴി ആകാശമായതിൽ 1000 നക്ഷത്ര താളം. ചലച്ചിത്ര പിന്നണി ഗാന വഴിയാണ് റിയാന്റെ സ്വപ്നം. മുത്തുമണിത്തൂവൽ തരാം, അല്ലിത്തളിരാട തരാം, നറുപൂവിതളിൽ മധുരം പകരാം. അഭിനയ നൃത്ത സംഗീത വഴികളിൽ ചിലർ കണ്ടറിഞ്ഞു മാത്രവും ചിലർ കേട്ടറിഞ്ഞു മാത്രവും മറ്റു ചിലർ പ്രോത്സാഹനത്തിന്റെ തണലിലും സ്വപ്ന വഴിയിൽ നടക്കുന്നു. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. മഴക്കാലം തീർന്നിട്ടില്ല. വേനൽ വരും മുമ്പേ ഭാരതപ്പുഴ വറ്റി വരണ്ടു. പ്രളയകാലത്ത് ഇരുകരകൾ തൊട്ടൊഴുകിയ ഷൊർണൂർ ഭാരതപ്പുഴയുടെ ഇന്നത്തെ അവസ്ഥ വേദനിപ്പിക്കുന്നതാണ്. രണ്ട് മാസം മുമ്പ് തോരാതെ പെയ്ത മഴയിൽ ഭാരതപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് കുത്തിയൊലിച്ചൊഴുകുകയായിരുന്നു.
അന്ന് കൊച്ചിൻ പാലത്തിന് മുകളിൽ പുഴയുടെ ചന്തം ആസ്വദിക്കാൻ എത്തിയവരാരും ഇന്ന് പുഴയുടെ ഈ കണ്ണുനീർ കാണുന്നില്ല. ഷൊർണൂർ ഭാരതപ്പുഴ തടയണയുടെ ഇന്നത്തെ അവസ്ഥയാണ് ഈ കാണുന്നത്. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി മുറിഞ്ഞ നീർച്ചാലുകളാണ് പുഴയുടെ അവശേഷിപ്പുകൾ. വരണ്ടുണങ്ങിയ മണൽത്തിട്ടകൾ, ഉണങ്ങിക്കരിഞ്ഞ പുൽത്തകിടികൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ. ഇത് മാത്രമാണ് ഇന്ന് പുഴ. ഇവിടെ പുഴയുണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്താനായി ഒരു തുള്ളി ദാഹജലം ബാക്കിയുണ്ട്. അതിനപ്പുറം പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി നിളമാറി. കണ്ടു നിൽക്കുന്നവരെ വേദനിപ്പിക്കുന്ന പുഴയുടെ കാഴ്ച. ഒരു തടയണ ഇമ്മീഡിയറ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തൊഴുക്കിലും മണലും മണ്ണും ചളിയും എല്ലാം വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ഇതിനൊരു ശാശ്വത സൊല്യൂഷൻ, ഒരു പദ്ധതി ആസൂത്രണം ചെയ്താൽ മാത്രമേ ശാശ്വതമായൊരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റൂ. അവശേഷിക്കുന്ന നീർച്ചാലുകൾ കൂടി വറ്റിയാൽ പുഴയെ മാത്രം ആശ്രയിച്ച് ഷൊർണൂർ നഗരസഭയ്ക്കും വാണിയംകുളം ഗ്രാമപഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കുമായി ഏർപ്പെടുത്തിയ സമഗ്ര കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകും. സമീപത്തെ പാടശേഖരങ്ങളിലെ നെൽകൃഷിയും അവതാളത്തിലാകുമെന്നതിൽ സംശയമില്ല. 24 പാലക്കാട്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നഗരത്തിലും സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാവുന്നുവെന്നാരോപിച്ച് നാടക പ്രവർത്തകനും ചലച്ചിത്ര താരവുമായ ശിവജി ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം. സേവ് ഗുരുവായൂർ മിഷന്റെ പേരിലാണ് മഞ്ജുളാൽ പരിസരത്ത് നിരാഹാര സമരം നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്രനഗരിയുടെ സുരക്ഷ തന്നെ വെല്ലുവിളിയാകുന്ന വിധത്തിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമായതോടെയാണ് അനിശ്ചിതകാല നിരാഹാര സമരമെന്നാണ് ശിവജി ഗുരുവായൂർ വ്യക്തമാക്കുന്നത്. മദ്യലഹരിയിലുള്ള തമ്മിലടിയും ക്ഷേത്ര പരിസരത്തും റെയിൽവേ സ്റ്റേഷനിലും വീടുകളിലും മോഷണം ഉൾപ്പെടെ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലുമാണ് സാമൂഹ്യവിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള സമരം. ഗുരുവായൂരിന്റെ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ നടവഴിയിലും ഇടവഴിയിലും ഇപ്പോൾ പുതുതായി പണിതിട്ടുള്ള മേൽപ്പാലത്തിന് കീഴിലും ഒക്കെ തമ്പടിച്ചിരിക്കുകയാണ്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുള്ള ജനങ്ങളുണ്ടെന്നുള്ളതാണ്. സാമൂഹ്യ ദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. അതിൽ കവർച്ചക്കാരുണ്ട്, പിടിച്ചുപറിക്കാരുണ്ട്, അശ്ലീല വേഴ്ചയിൽ ഏർപ്പെടാൻ വേണ്ടി എത്തുന്നവരുണ്ട്. അത് വളരെ പരസ്യമായി നടത്തുമ്പോൾ രാപ്പകലില്ലാതെ ജനങ്ങൾ വന്നു പോകുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. റെയിൽവേ മേൽപ്പാലത്തിന് താഴെ അനധികൃതമായി തമ്പടിക്കുന്നവർ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രശ്നക്കാരെ നേരിടുന്നതിൽ പോലീസും പാടുപെടുന്നു. ഈ സാഹചര്യത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെ പുനരധിവസിപ്പിക്കുകയും തൊഴിൽ തേടിയെത്തിയവർക്ക് കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ഒരുക്കണമെന്നുമാണ് സേവ് ഗുരുവായൂർ മിഷന്റെ ആവശ്യം. 24 തൃശൂർ. എറണാകുളം പൂണിത്തുറയിൽ CPIM പ്രവർത്തകർ ഏറ്റുമുട്ടിയ സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. ലോക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഏറ്റുമുട്ടിയത്. കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ കടത്തിയ സംഭവത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ CPIM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ 6 പേരെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു. KB സൂരജ്, സുരേഷ് ബാബു, ബൈജു, സൂരജ് ബാബു, ബാബു, സുരേഷ് KS എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രസാദ്, സുനിൽകുമാർ എന്നീ 2 പേർ ഒളിവിലാണ്. ഇന്നലെ നടന്ന ലോക്കൽ കമ്മിറ്റി മീറ്റിംഗിന് ശേഷം പ്രതികൾ ലോക്കൽ കമ്മിറ്റി അംഗം അനിൽകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. സംഘർഷം തടയാനെത്തിയവർക്കും മർദ്ദനമേറ്റു. പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട സൂരജ് ബാബു കൺസ്യൂമർ സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ കടത്തിയ സംഭവത്തെ തുടർന്നുണ്ടായ തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. അതേസമയം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിലെ തർക്കത്തെ തുടർന്ന് 10 ബ്രാഞ്ച് സമ്മേളനങ്ങൾ റദ്ദ് ചെയ്തു. നടപടി നേരിട്ടവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരായി തെരഞ്ഞെടുത്ത തീരുമാനം ജില്ലാ കമ്മിറ്റി റദ്ദാക്കിയിട്ടുണ്ട്. 4 ബ്രാഞ്ചുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തും. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു.